നമസ്കാരം. ജാമ്യം കിട്ടിയാൽ പ്രതി മുങ്ങില്ലത്രേ. പ്രതി ഉത്തരവാദിത്തമുള്ള ജനപ്രതിനിധിയാണത്രേ. രാഹുൽ മാങ്കൂട്ടം കേസിൽ ജാമ്യത്തിന് വേണ്ടി രാഹുലിന്റെ അഭിഭാഷകൻ പറഞ്ഞ ഡയലോഗ് കേട്ട് പ്രതിഭാഗം മാങ്കൂനെ വല്ലതും ട്രോളിയതാണോ എന്നാകും പലരും ആലോചിക്കുന്നത്. ആലോചിച്ചാലും തെറ്റി പറയാൻ പറ്റില്ലെന്ന്. എന്തായാലും ബലാത്സംഗ കേസിൽ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചിട്ടുണ്ട് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള വിധിപ്പകർപ്പിൽ അതിജീവിതയുടെ പരാതി, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതി ഗുരുതരമാണെന്ന് പറയുന്നുണ്ട്. ബലാത്സംഗ കുറ്റത്തിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്നും ജാമ്യം നൽകിയാൽ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും ഒക്കെ എന്തായാലും ഇന്ന് കോടതി നിരീക്ഷിച്ചു. ഹോട്ടൽ മുറിയെടുക്കാൻ അതിജീവിതയെ രാഹുൽ നിർബന്ധിച്ചെന്നും കോടതി പരാമർശിച്ചിട്ടുണ്ട്. അന്വേഷണം പ്രാരംഭ ഘട്ടത്തിലാണെന്നും ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ കാര്യമായി തന്നെ ബാധിക്കുമെന്നും ഒക്കെ എന്തായാലും കോടതി മനസ്സിലാക്കിയിരിക്കുന്നു. സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയും തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയും തള്ളാനാകില്ലെന്നാണ് കോടതി വിധിപ്പകർപ്പിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ രാഹുലിനെ SIT അറസ്റ്റ് ചെയ്ത് തലങ്ങനും വിലങ്ങനും ഒക്കെ ചോദ്യം ചോദിക്കുമ്പോഴും ഇപ്പോഴും ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടം മൗനം തുടരുകയാണ്. സൈക്കോപാത്ത് ചിരി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബലാത്സംഗം, നിർബന്ധിത ഗർഭചിത്രം, സാമ്പത്തിക ചൂഷണം അടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് യുവതി രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ പരാതിയിൽ ഉയർത്തിയത്. പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചാണ് ജാമ്യാപേക്ഷ ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. പ്രോസിക്യൂഷന്റെ ആവശ്യം പരിഗണിച്ച് അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ജാമ്യാപേക്ഷ വെള്ളിയാഴ്ച ഇന്ന് കോടതി പരിഗണിച്ചത്. രാഹുലിനെതിരെ നിരന്തരം പരാതികൾ ഉയരുകയാണ് എന്ന് പ്രോസിക്യൂഷൻ വളരെ വ്യക്തമായി തന്നെ കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട്. ലൈംഗിക പീഡന പരാതിയിൽ മറ്റ് 2 കേസുകൾ നിലനിൽക്കുന്നുണ്ടെന്നും കോടതിയെ എന്തായാലും ഈ പ്രതിഭാഗം വക്കീല് ഒന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. 2 മണിക്കൂർ നീണ്ട വാദപ്രതിവാദമാണ് കോടതിയിൽ ഇന്ന് നടന്നിട്ടുള്ളത്. എന്നാൽ കെട്ടിച്ചമച്ച കേസാണെന്നും എല്ലാം പരസ്പര സമ്മതപ്രകാരമായിരുന്നുവെന്നും ഒക്കെയാണ് രാഹുലിന്റെ അഭിഭാഷകനായിട്ടുള്ള ശാസ്തമംഗലം അജിത് കുമാറിന്റെ വാദം. രാഹുലിന് ജാമ്യം കിട്ടി, എന്താ മോളൂസേ ഹാപ്പിയല്ലേ എന്ന് ചോദിക്കുമെന്ന് കരുതിയ മാങ്കൂട്ടം ഫാൻസ് ഇന്ന് കണ്ടത് ജാങ്കോ ഞാൻ പെട്ടുട്ട എന്ന രാഹുലിന്റെ ഫേസ് ആണ്. രാഹുലിനെ വെള്ളപൂശാൻ സൈബർ ഇടങ്ങളിൽ അതിജീവിതയെ അധിക്ഷേപിച്ചവരും പിണറായി പോലീസിന്റെ അവൾക്കൊപ്പം എന്ന നിലപാടിന്റെ കരുത്തറിഞ്ഞു എന്ന് പറയാതെ വയ്യ. അതിജീവിതയുടെ ചാറ്റ് രാഹുലിന് അനുകൂലമാക്കുന്ന രീതിയിൽ എഡിറ്റ് ചെയ്ത് അതിജീവിതയെ അധിക്ഷേപിച്ച് അപകീർത്തിപ്പെടുത്തി സൈബർ അക്രമികൾക്ക് എറിഞ്ഞു കൊടുക്കാൻ വലങ്കൈയായിട്ടുള്ള ഫെന്നി നൈനാൻ നടത്തിയ നീക്കത്തിനെതിരെ സൈബർ പോലീസ് കേസെടുത്തത് ഇന്നലെയാണ്. അറസ്റ്റ് ഭയന്ന് രാഹുലിന്റെ വലങ്കൈയായിട്ടുള്ള ഫെന്നി നൈനാൻ ഒരു മാർഗവുമില്ലാത്ത ആളുകൾ കളിക്കുന്ന മാർഗം കളിയുമായി സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ മെഴുകുന്നുണ്ട്. എന്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ, എനിക്ക് ഒട്ടും പേടിയൊന്നും തോന്നലല്ലോ അല്ലെ എന്ന് അഭിനയിച്ച് പൊലിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മുടെ ഫെന്നി നൈനാൻ. ഇതിനിടയിൽ മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ മഹിളാ കോൺഗ്രസ് നേതാവ് രഞ്ജിത പുളിക്കലും അറസ്റ്റിലായിട്ടുണ്ട്. പത്തനംതിട്ട സൈബർ പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുകയും അധിക്ഷേപിക്കുകയും ചെയ്തതിനാണ് കേസ്. കേസെടുത്തതിന് പിന്നാലെ രഞ്ജിത പുളിക്കൽ ഒളിവിലായിരുന്നു. കോട്ടയത്തെ ബന്ധുവിന്റെ വീട്ടിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അക്രമം ചെയ്യുന്നവരല്ല ലോകത്തിന് ഏറ്റവും വലിയ ഭീഷണി, അത് കണ്ടിട്ടും ഒന്നും ചെയ്യാതെ നിൽക്കുന്നവർക്കും അക്രമിയെ പിന്തുണയ്ക്കുന്നവർക്കുമാണ് എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതെങ്കിൽ അത്തരം ഭീഷണികളെ അകത്തിട്ട് ഇരയ്ക്ക് നീതി ഉറപ്പാക്കലാണ് ഈ സർക്കാരിന്റെ നയമെന്ന് പിണറായി വിജയൻ ഇങ്ങനെ ചില സംഭവങ്ങളിലൂടെ കാണിച്ചു തരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസിനെ സമീപിച്ചതിന് പിന്നാലെ അതിജീവിതയുടെ വ്യക്തി വിവരങ്ങൾ വെളിപ്പെടുത്തി രഞ്ജിത പുളിക്കൽ രംഗത്തെത്തിയതാണ് രഞ്ജിതയെ കുടുക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ രഞ്ജിത പുളിക്കലിന് തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഈ കേസിൽ രജിത 1ാം പ്രതിയായിരുന്നു. കോൺഗ്രസ് അനുകൂലിയായ അഭിഭാഷക ദീപ ജോസഫ് ആയിരുന്നു ഈ കേസിലെ 2ാം പ്രതി. ദീപ ജോസഫ് എന്ന പേരുള്ള മറ്റൊരു അക്കൗണ്ട് ഉടമ 3ാം പ്രതിയും, സന്ദീപ് വാര്യർ 4ഉം, രാഹുൽ ഈശ്വർ 5ഉം പ്രതികളായിരുന്നു. രാഹുൽ ഈശ്വർ പിന്നെ സ്ഥിരമാണല്ലോ. പാലക്കാട് സ്വദേശികളായ ബ്ലോഗർ ആയിരുന്നു 6ാം പ്രതി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പിന്തുണയ്ക്കുകയും തന്നെ അധിക്ഷേപിക്കുകയും ചെയ്ത പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞിമയ്ക്കെതിരെ അതിജീവിത പരാതി നൽകിയ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിലും അറസ്റ്റ് ഉണ്ടാകുമോ എന്ന് കേരളം ഉറ്റുനോക്കുകയാണ്. അതിജീവിതയ്ക്കൊപ്പം നിൽക്കുമ്പോൾ തന്നെ അതിജീവിതന്റെ ഭാഗം കൂടി കേൾക്കണം, താൻ അദ്ദേഹത്തോടൊപ്പമാണ് എന്നാണ് ശ്രീനാദേവി കുഞ്ഞമ്മ അതിജീവിതയെ അധിക്ഷേപിച്ചുകൊണ്ടൊക്കെ പറഞ്ഞിരുന്നത്. തന്നെ അധിക്ഷേപിച്ചതിനും ഐഡന്റിറ്റി വെളിപ്പെടുത്തിയതിനും സാക്ഷികളെ ഭീഷണിപ്പെടുത്തുന്നതിനുമെതിരെ സൈബർ സെൽ അന്വേഷണവും നിയമ നടപടിയും ഒക്കെ വേണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അതിജീവിത പരാതി നൽകിയത്. ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ കോൺഗ്രസ് നേതൃത്വത്തിനും പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കാണാൻ സാധിക്കുന്നത്
രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്ക് വേണ്ടി പല രീതിയിലുള്ള ന്യായീകരണ ക്യാപ്സുകളുകൾ ഇറക്കി അതിജീവിതയെ അധിക്ഷേപിച്ചുകൊണ്ടിരുന്ന ആളുകളെയൊക്കെ പിണറായി വിജയന്റെ പോലീസ് അങ്ങനെ തൂക്കിയെടുത്ത് അകത്തിടുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, എന്തിന്റെ പേരിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യെ ഇങ്ങനെ വെള്ള പൂശേണ്ട കാര്യമുള്ളത്? ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഒരു ആരോപണത്തിലും ഇദ്ദേഹത്തിന് ഒരു വ്യക്തത വരുത്താൻ ഈ സമയം വരെ കഴിഞ്ഞിട്ടില്ല എന്നത് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒരു പരാതിയും ഒരു ആരോപണവും ഈ സമയം വരെ നിഷേധിച്ചിട്ടില്ല. നമുക്കറിയാം ഈ ഒരു പരമ്പരയുടെ അല്ലെങ്കിൽ ഈ ഒരു വാർത്തയുടെ തുടക്കം എവിടെ നിന്നായിരുന്നു? റിപ്പോർട്ടർ ചാനലിൽ വന്ന ഒരു ഓഡിയോ ക്ലിപ്പായിരുന്നു. ആ ഓഡിയോ ക്ലിപ്പിൽ എന്താണ് നമ്മൾ കേട്ടത്? പാലക്കാടിലെ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിക്ക് വിവാഹ അഭ്യർത്ഥന നൽകി ആ പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭചിത്രം നടത്തുന്ന ഭീഷണിപ്പെടുത്തുന്ന ഒരു ഓഡിയോ ക്ലിപ്പാണ് നമ്മൾ കേട്ടത്. അത് വന്ന് മണിക്കൂറുകൾ കഴിഞ്ഞ്, ദിവസങ്ങൾ കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ അത് നിഷേധിച്ചില്ല എന്ന് മാത്രമല്ല, മാസങ്ങൾ കഴിഞ്ഞ് ഇപ്പൊ അകത്തുമായി. എന്നിട്ടും അദ്ദേഹം ഇതുവരെ അത് തന്റെ വോയിസ് അല്ല എന്ന് പറഞ്ഞ് നിഷേധിച്ച് രംഗത്ത് വന്നിട്ടില്ല. ഇതിനിടയിൽ അദ്ദേഹം ഒരു തവണ സഭയിൽ പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. കോൺഗ്രസ് പുറത്താക്കിയ ശേഷമാണ് വീണ്ടും സഭയിൽ അദ്ദേഹം പോയത്. അന്ന് മാധ്യമങ്ങൾ ചോദിച്ചു, രാഹുൽ മാങ്കൂട്ടമേ, ഈ പുറത്തു വന്നിട്ടുള്ള ഓഡിയോ ക്ലിപ്പ് അത് വ്യാജമാണോ എന്ന് ചോദിച്ചു. രാഹുൽ മിണ്ടിയില്ല. രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു, രാഹുൽ മാങ്കൂട്ടം താങ്കളുടെ ശബ്ദമല്ല എന്ന് താങ്കൾക്ക് ഈ ഒരു ഓഡിയോ ക്ലിപ്പിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയുമോ, നിഷേധിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതെന്റെ ശബ്ദമല്ല എന്ന് പറഞ്ഞിട്ടില്ല. മൂന്നാമത്തെ കാര്യം എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു നിയമ നടപടിയും റിപ്പോർട്ടർ ചാനലിനെതിരെ നടത്തിയിട്ടില്ല. അപ്പൊ ഇതിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അയാൾക്ക് ഭയമാണ്. എന്തിന്റെ ഭയമാണ്? അതിജീവിതം കൂടുതൽ പുറത്തു വരുമോ എന്ന ഭയമാണ്. നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിട്ടുള്ള ഒരു ആരോപണത്തിലും അയാൾ പോലും ഒരു വ്യക്തത വരുത്താതെ ഇപ്പോഴും അയാൾ ഒളിച്ചോടി നടക്കുന്ന സാഹചര്യത്തിലാണ് അയാളെ വെള്ളം ഊശിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടം സൂപ്പറാണ്, രാഹുൽ മാങ്കൂട്ടം വിശുദ്ധനാണ്, രാഹുൽ മാങ്കൂട്ടം അതിഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു വല്ലാത്ത രീതിയിലുള്ള വിസ്മയം തീർക്കുന്ന ഒരു നേതാവാണെന്നൊക്കെ പറഞ്ഞ് പലരും രംഗത്തേക്ക് വരുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്ന ആളുകൾക്ക് ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഇയാളെ താമസിപ്പിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അപ്പോ അവരൊക്കെ നിശബ്ദരാകും. അതാണ് സത്യം എന്ന് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഇതുവരെ വന്നിട്ടുള്ള ഓരോ ആരോപണങ്ങളും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ വളരെ ഗൗരവകരമായിട്ടുള്ള പല പരാതികൾ തന്നെയാണ്. മാത്രവുമല്ല, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു നിമിഷം പോലും പൊതുപ്രവർത്തകനായിട്ട് പോലും തുടരാൻ അർഹത ഇദ്ദേഹത്തിന് ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന രീതിയിലുള്ള പരാതികളാണ്. ഒന്നോ രണ്ടോ പരാതികളല്ല, നിരവധി പരാതികൾ ഇതിനോടൊപ്പം തന്നെ വന്നു കഴിഞ്ഞു. സ്വന്തം പാർട്ടിയിലുള്ള വനിതാ സ്ത്രീ പ്രവർത്തകർക്കെതിരെയോ നേതാക്കൾക്കെതിരെയോ മാത്രമല്ല രാഹുൽ മാങ്കൂട്ടം തിരിഞ്ഞത്. രാഹുൽ മാങ്കൂട്ടം എതിർചേരിയിലുള്ള പല രാഷ്ട്രീയ നേതാക്കൾക്കും പല എതിർ അനുഭാവികൾക്കും ഒക്കെ പല രീതിയിലുള്ള മോശം ചാറ്റുകൾ അയച്ചതിന്റെ പല ചാറ്റുകളും ഒക്കെ പുറത്തു വന്ന് നമ്മൾ കണ്ടതാണ്. മാത്രവുമല്ല, പല പെൺകുട്ടികളും തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞ രംഗത്തേക്ക് വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആർമി അന്നേ മുതൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പേര് പറയുന്നില്ല, ഒരു ട്രാൻസ്ജെൻഡർ വുമൺ, അവര് ആദ്യം നടത്തിയ ഒരു വെളിപ്പെടുത്തൽ എന്തായിരുന്നു? തന്നെ റേപ്പ് ചെയ്യണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. അതായത് ആ പെൺകുട്ടി ഇദ്ദേഹവുമായിട്ട് നല്ല സൗഹൃദത്തിലായിരുന്നു. ആ സൗഹൃദം മുതലെടുത്ത് ആ പെൺകുട്ടിയോട് ഇങ്ങനെ ആവശ്യപ്പെട്ടു എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത്. അങ്ങനെ എത്രയോ സംഭവങ്ങൾ. അന്ന് എന്നെ ഏറെ ഞെട്ടിച്ചൊരു കാര്യം, ഒരു ട്രാൻസ്ജെൻഡർ വുമണിനെ റേപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആവശ്യം തന്നെയായിരുന്നു. അങ്ങനെ ഏത് വിഷയം എടുത്ത് നോക്കിയാലും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ ഒരു മാലിന്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ മാലിന്യത്തെ ചുമക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആളുകൾ അതിനേക്കാൾ വലിയ മാലിന്യമാണ് എന്ന് പറയാതെ വയ്യ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.